ഹരിശരണം. ഞാനെപ്പോഴും പറയാറുണ്ട്, സത്സംഗത്തിലേക്ക് ഇരിക്കുമ്പോൾ നിവർന്നിരിക്കണമെന്ന്. നമ്മുടെ നട്ടെല്ല് വളയ്ക്കാണ്ട് നോക്കുക. ഈ നട്ടെല്ല് വളച്ചിട്ടാണ് നമുക്ക് മിക്കവാറും അസുഖം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിവർന്നിരിക്കുക, നിവർന്ന് നടക്കാൻ നോക്കുക, തമ്മിൽ കണ്ണോട് കണ്ട് സംസാരിക്കുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് വാസ്തവത്തിൽ. അതുകൊണ്ട് ആദ്യം നിവർന്നിരിക്കുക. 3 പ്രാവശ്യം നമുക്കൊരു പ്രഭാഷണം ഇന്ന് ആരംഭിക്കുകയാണ്. ഇവിടെ നമുക്കെല്ലാവർക്കും ചേർന്നിട്ട് ഉറക്കെ ഒന്ന് ഓംകാരം ചെല്ലാം. എല്ലാവരും നിവർന്നിരിക്കണം. ഉറക്കെ എല്ലാവരും ഇവിടെ മുഴങ്ങണം. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയാണ് എന്ന് ഓർമ്മ വേണ്ട. അവിടെ നമുക്കെല്ലാവർക്കും ചേർന്നൊന്ന് 3 പ്രാവശ്യം ഓംകാരം ജപിച്ചുകൊണ്ട് തുടങ്ങാം. കാരണം പ്രഭാഷണം ഏതായാലും 1 മണിക്കൂർ കൊണ്ടൊന്നും പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം നമ്മൾ ഏതായാലും ഒന്ന് ചുരുക്കേണ്ടി വരും. അത് കുറച്ച് സാരില്ല. എന്നാലും നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് ഇവിടെ നിന്നിരുന്ന് നമുക്ക് തുടങ്ങാം. റെഡിയല്ലേ? ഓ ശ്രീ ഗുരുവായൂരപ്പ. എല്ലാവരും കൈ ഉയർത്തിയിട്ട് അവിടുന്ന് ഇത്രയധികം ഗ്രന്ഥങ്ങളുള്ളപ്പോൾ ഭഗവത്ഗീതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിന്മയാനന്ദ സ്വാമികൾ ഒരിക്കലും സപ്താഹം ചെയ്യാറില്ല. അദ്ദേഹം ഉപനിഷത്തും ഭഗവത്ഗീത മാത്രമേ എടുക്കൂ. ഞാൻ കുറേ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നേരിട്ട് കേട്ടിട്ടുള്ള ആളാണ്. അദ്ദേഹം ഉപനിഷത്തും പറയും, ഭഗവത്ഗീതയാണ് പറയുക. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടിയത്, എനിക്ക് എന്നെ തിരിച്ചറിയാൻ സാധിച്ചത്, അതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കൂടി അത് ഉപയുക്തമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ശ്രീമദ് ഭഗവത്ഗീത ഞാൻ എടുത്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റ് ഗ്രന്ഥങ്ങളൊന്നും മോശമായിട്ടല്ല, പക്ഷെ ഞാൻ പരിചയപ്പെട്ടത് ഭഗവത്ഗീത ആയതുകൊണ്ട് ഞാൻ ഭഗവത്ഗീത പ്രചരിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റ് ഗ്രന്ഥങ്ങളൊന്നും മോശമായിട്ടല്ല, എല്ലാം കേവലമാണെന്ന് തന്നെയാണ്. പക്ഷേ എനിക്ക് കൂടുതൽ അടുക്കാൻ സാധിച്ചതും അതിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാൻ സാധിച്ചതും ഭഗവത്ഗീതയിൽ ആയതുകൊണ്ടാണ് ഞാൻ ഭഗവത്ഗീത കൂടുതൽ പ്രചരിപ്പിച്ചത്. ഇത് തന്നെ എനിക്കും പറയാനുള്ളൂ. എൻ്റെ ജീവിതത്തിലും എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട് ശ്രീമന്നാരായണീയം. അത് ഒരു നിമിത്തോ നിയോഗം പോലെയാണ്. ഞാൻ ഒന്നും പഠിച്ചിട്ടുള്ള ആളല്ല. സംസ്കൃതവും പഠിച്ചിട്ടില്ല, വേദാന്തവും പഠിച്ചിട്ടില്ല, കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വളരെ പ്രാരബ്ധം ഉള്ള ജീവിതത്തിൽ കൂടി കടന്നു പോകുന്ന സമയത്ത്, അതായത് ദാരിദ്ര്യവും ദുഃഖവും ദുരിതവും എല്ലാം ചേർന്ന് പോകുന്ന ജീവിതത്തിനിടയ്ക്ക് ഏതോ ഒരു സന്ദർഭത്തിൽ നാരായണീയത്തിനോട് അടുപ്പം വന്നു. പിന്നെ അത് ഗുരുവായിട്ട് സാക്ഷാത് ഗുരുവായൂരപ്പനെ തന്നെയാണ് മനസ്സിൽ ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. കാരണം വസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. അപ്പോൾ ആരും പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ അന്വേഷിക്കേണ്ടത് ഈശ്വരനെയാണോ ഗുരുവിനെയാണോ? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ അന്വേഷിക്കേണ്ടത് ഗുരുവിനെ അല്ല, നമ്മൾ അന്വേഷിക്കേണ്ടത് ഈശ്വരനെ ആയിരിക്കണം. അങ്ങനെ ഈശ്വരനെ അന്വേഷിക്കാൻ നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ സ്വയമേവ ഭഗവാൻ നമുക്ക് തക്കതായൊരു ഗുരുവിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടെത്തിക്കും. ഇന്ന് പലരും പറയുന്നത്, വേണ്ട, നല്ലൊരു ഗുരുവിനെ കിട്ടിയിട്ടില്ല എന്നാണ്. നല്ല ഗുരു ആണോ അല്ലയോ എന്ന് നിശ്ചയിക്കാൻ ഈ ശിഷ്യന് സാധിക്കണ്ടേ? അങ്ങനെ ഗുരുവിനെ വിലയിരുത്താവുന്ന ശിഷ്യനാണെങ്കിൽ ആ ശിഷ്യൻ ഗുരുവിൻ്റെ മേലെയാവും. അതുകൊണ്ടാണ് ഈ ഭാഗവതത്തിൽ തന്നെ 24 ഗുരുക്കന്മാരെ പറ്റി പറയുന്നത്. ഈ കാണുന്ന പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും ഗുരു സമാനമാണ്. നമ്മൾ ഓരോന്നിന്നും പഠിക്കാനുണ്ട് വാസ്തവത്തിൽ. അതായത് നമ്മുടെ ജീവിതം പഠിക്കാനുള്ളതാണ്, ആ പഠിച്ചതിനെ പ്രാവർത്തികമാക്കാനുള്ളതാണ്. ഇപ്പം നാരായണീയം തന്നെയായാലും ശരി. ഇവിടെ ഞാനൊരു ചെറിയൊരു കാര്യം കൂടി പറയാം. എല്ലാത്തിനും ഒരു നിമിത്തമുണ്ട്. കാരണം ദ ഹോൾ ക്രിയേഷൻ ഈസ് ബേസ്ഡ് ഓൺ കോസ് ആൻഡ് ഇഫക്റ്റ് എന്നാ പറയുക. കാരണമില്ലാതെ കണ്ട് കാര്യം ഉണ്ടാവില്ല. ആ കാര്യത്തിൽ കാരണം ലയിക്കും.
അപ്പോൾ ഈ നാരായണീയം ഉണ്ടാവാനും എന്താ കാരണം? അപ്പോൾ വാതരോഗം ഭട്ടതിരിപ്പാടിന് ഉണ്ടായിട്ടാന്ന് പറയണു. വാതരോഗം ഭട്ടതിരിപ്പാടിന് ഉണ്ടായതാണോ ചോദിച്ചാൽ അല്ല. തൻ്റെ ഗുരുവിനോടുള്ള ഭക്തി കൊണ്ട് ഗുരുവിനുണ്ടായതായ വാതരോഗം കർമ്മവിഭാഗദാനം എന്നുള്ളതായ ഒരു ചടങ്ങിൽ കൂടിയിട്ട് അദ്ദേഹം ഏറ്റെടുത്തതാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ദുഃഖവും ദുരിതവും ഏറ്റെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അത് പരിഹരിക്കാനുള്ളതായ ഒരു ശ്രമം നമ്മൾ ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈശ്വരോപാസന. ഇവിടെ എല്ലാവരും, ഞാൻ പറയാറുണ്ട്, സ്പിരിച്വൽ സെൽഫിഷ്നെസ് ആണ് എല്ലാവർക്കും ഉള്ളത്. എനിക്ക് മോക്ഷം കിട്ടണം, എനിക്ക് മുക്തി കിട്ടണം, എനിക്ക് ഈശ്വരനെ കാണണം, ഇതല്ല വേണ്ടത്. ഇതൊരു കൂട്ടായ്മയാണ്. ഞാൻ പറയും, പഠിക്കണേക്കാൾ നല്ലതാണ് പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പം അതിൻ്റെ മൂല കാരണം നാരായണീയം എന്നുള്ളതായ ആ സ്തോത്രകാവ്യം പുറത്തു വരാനുള്ള കാരണം ഭഗവാൻ തന്നെയാണ് അതിന് കാരണം. അതിൻ്റെ ഒരു ഗ്രന്ഥമാണ് നാരായണീയ മഹാത്മ്യ ഗ്രന്ഥം. അപ്പം അത് 5000 വർഷങ്ങൾക്ക് മുമ്പ് അങ്കിരസ് മഹർഷിയാൽ രചിക്കപ്പെട്ടതായിട്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. അതും ഉറവങ്കർ ഇല്ലത്തുനിന്ന് കിട്ടിയ ഗ്രന്ഥമാണ്. അത് തൃശ്ശൂരുള്ളതായ സംസ്കൃത അക്കാദമി കുറച്ച് കൊല്ലങ്ങൾ മുമ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയ വ്യാഖ്യാനം അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പുസ്തകം ഞാൻ പറയും, ആരൊക്കെയാണോ നാരായണീയം കയ്യിലെടുക്കുന്നത് അവർ ഈ നാരായണീയ മഹാത്മ്യ ഗ്രന്ഥവും പഠിക്കണം. എന്തുകൊണ്ട് ഈ ഗ്രന്ഥം ഉണ്ടായി എന്നുള്ളത്. അപ്പം അതിനെന്ത് ചെയ്തു? അതിൻ്റെ ഗ്രന്ഥം നമ്മൾ സമ്പാദിച്ചു. ഈ കൂട്ടത്തിൽ ഉണ്ടോയെന്നറിയില്ല, മോഹൻ ശെറ്റൂർ എന്ന് പറഞ്ഞൊരാളുണ്ട്. ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നാൽ തിരക്കേടില്ല, ഉണ്ടെങ്കിൽ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ എനിക്ക്. അദ്ദേഹം കൂടി സഹകരിച്ചുകൊണ്ട് അദ്ദേഹമാണ് ഇതിൻ്റെ സ്വതന്ത്ര വ്യാഖ്യാനം ചെയ്തു. അതിനെ, ആ ഒരു ഗ്രന്ഥത്തിനെ ആ വ്യാഖ്യാനം വളരെ നന്നായിട്ടുണ്ട്. അത് ആശ്രമം തന്നെ പുറത്തേക്ക് ഇറക്കുകയാണ് ഇപ്പോൾ. അപ്പം ഞാൻ ആദ്യത്തെ ഒരു പ്രിൻ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഗ്രന്ഥം. ഇവിടെ ഞാൻ ഡിസ്ട്രിബ്യൂഷൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഞാനത് കൊണ്ടുവന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ അത് ആശ്രമമായിട്ട് ബന്ധപ്പെട്ടാൽ ലഭിക്കും. അത് പഠിക്കണം. ഇനി ഏതെങ്കിലും ആചാര്യന്മാരോ നാരായണീയം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം ഈ മഹാത്മ്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഭാഗവത മഹാത്മ്യമുണ്ട്, ഗീതാ മഹാത്മ്യമുണ്ട്, അതുപോലെ എല്ലാത്തിനുമുണ്ട് മഹാത്മ്യം. അപ്പം നാരായണീയത്തിനും ഒരു മഹാത്മ്യം ഇല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് 2000 ആ മണ്ടോട് കൂടിയിട്ടാണ് അത്രേ ഈ ഗ്രന്ഥം പുറത്ത് ഇറങ്ങിയത്. അതും അങ്കിരസ് മഹർഷി കൗൽസൻ എന്ന് പറഞ്ഞ തൻ്റെ ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടും വ്യാസം പറയുന്നതായിട്ടാണ് പറയുന്നത്. അതിൽ കലികാല വൈഭവം മുഴുവൻ തന്നെയും വളരെ നന്നായിട്ട് വിസ്തരിക്കുന്നുണ്ട്. അതിന് പരിഹാരമായിട്ടാണ് ഈ 7 ദിവസം 18000 ശ്ലോകമുള്ള ഭാഗവതം വേണ്ട പോലെ പഠിക്കാനോ മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനുള്ളതായ ബോധമോ സന്മനസ്സോ അല്ലെങ്കിൽ ആ ഒരു സാവധാനം അത് മനസ്സിലാക്കാൻ ശ്രമിക്കാനുള്ളതായൊരു മനസ്സൊന്നും ജനങ്ങൾക്ക് ഉണ്ടാവില്ല കലികാലത്തിൽ എന്ന് ഭഗവാൻ തന്നെ വ്യാസ മഹർഷിയോട് പറയുന്നുണ്ട്. കലികാലത്തിൽ ഈ ഭാഗവതം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം, 11 സ്കന്ധത്തൊക്കെ പറയാൻ കുറേ ഉണ്ട് അത് വാസ്തവത്തിൽ. അപ്പം അതിന് പകരമായിട്ട് ഒരു ദിവസം കൊണ്ട് ഭാഗവതത്തിലെ സത്വപുപാതെ കണ്ട് അതിൻ്റെ മൂല്യങ്ങൾ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഒരു ദിവസം ഏകാഹമായിട്ട് ഭാഗവതം പഠിക്കാൻ തക്ക തരത്തിൽ ഉണ്ടാക്കണം എന്ന് വേദവ്യാസ മഹർഷിയോട് ഭഗവാൻ തന്നെ അരുളി ചെയ്തു. അത് പ്രകാരമാണ് അത്രേ ശ്രീമദ് നാരായണീയം കലികാല ഭാഗവതം എന്ന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം പുറത്തു വന്നത്. അതിൻ്റെ പ്രത്യേകത ആദ്യം മഹാത്മ്യം പറയാണല്ലോ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാഗവതത്തിൽ 28 നരകങ്ങളെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ശ്രീമദ് നാരായണീയത്തിൽ നരകവർണ്ണന ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട ഗ്രന്ഥമായിട്ട് കണക്കാക്കിയിട്ടുള്ളത് ശ്രീമദ് നാരായണീയം തന്നെയാണ്. അപ്പം ആ ഗ്രന്ഥം വേണ്ടപോലെ ഉപാസിക്കുക. പാരായണം ചെയ്യലല്ല, ഉപാസിക്കുന്നവരുണ്ട്. അതിൽ മന്ത്രശബ്ദങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ അവർക്ക് നരകത്തിൽ പോകേണ്ടി വരില്ല എന്നുള്ളൊരു സൂചന അവിടെയുണ്ട്. അതുപോലെ തന്നെയാണ് അതിൽ ഭാഗവതത്തിലില്ല. പക്ഷേ നാരായണീയത്തിൽ ഭഗവത്ഗീതയുണ്ട്. 86-ാം ദശകത്തിൽ ഒരു ശ്ലോകത്തിൽ ഭഗവത്ഗീത ചുരുക്കി പറയുന്നുണ്ട് ഭട്ടതിരിപ്പാട്. അതുപോലെ ഉത്തരരാമായണം അടക്കം വാൽമീകി രാമായണത്തിനെ 34-35 ദശകങ്ങളിലും വർണ്ണിക്കുന്നുണ്ട്. എന്നാൽ ഒരു സത്വം ഒറ്റ ശ്ലോകത്തിലാണ് സുന്ദരകാന്ഡം വർണ്ണിക്കുന്നത് നാരായണീയത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദശകം എടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാപ്സ്യൂൾ പോലെയാണത്. അതിൽ വർണ്ണിക്കാൻ ഇഷ്ടം പോലെയുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലെ ഓരോ ശബ്ദത്തിനും അർത്ഥമുണ്ട്.
കാരണം ലോകം കണ്ടതിൽ വെച്ചിട്ട് രണ്ടാമത്തെ സംസ്കൃത പണ്ഡിതനായിട്ട് കണക്കാക്കിയിട്ടുള്ളത് മേൽപ്പത്തൂരല്ല, മേൽപുത്തൂരാണ്. ഉപരിനവഗ്രാമം എന്നാണ് അദ്ദേഹം ഇല്ലത്തിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഉപരിനവഗ്രാമം എന്ന് വെച്ചാൽ മേൽപുത്തൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇല്ലപ്പേര്. മേൽപ്പത്തൂർ എന്നാണ് എല്ലാവരും പറയുക. അപ്പം അദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ വേദവ്യാസന്റെ തന്നെ അവതാരമായിട്ടാണ് ഈ നാരായണീ മഹാത്മ്യത്തിൽ പറഞ്ഞു വച്ചിട്ടുള്ളത്. അതിൽ തന്നെ 2-ാം അധ്യായമുണ്ട്. 3 അധ്യായമാണ് ഇതിലുള്ളത്. 2-ാം അധ്യായത്തിൽ ഈ ദശാവതാര സ്തോത്രം വളരെ വിശേഷപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു ശ്രീകൃഷ്ണൻ്റെ അഷ്ടോത്തരമുണ്ട് അതിൽ. ഞാനൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആവുന്ന ആൾക്കാരും അത് പഠിക്കാൻ ശ്രമിക്കുക. നാരായണീയം പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മഹാത്മ്യ ഗ്രന്ഥവും കൂടി ഒന്ന് കയ്യിലെടുത്ത് ആദ്യം പഠിക്കുക. അപ്പോൾ വ്യാഖ്യാന സഹിതം ഇവിടെ ഇറക്കാണ്, നമ്മളിവിടെ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ പബ്ലിസിറ്റിയൊക്കെ പറയാറുണ്ട്, നാരായണീയ ഗുരുവായൂരപ്പ ആശ്രമത്തിൻ്റെ PRO ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ്. വേറെ ആരും ഞാൻ അതിനു വേണ്ടി കണ്ടിട്ടില്ല. കാരണം ഈ ആശ്രമം കൊണ്ടു നടക്കുന്നതോ അത് നിലനിന്ന് പോകുന്നതോ എൻ്റെ ഒന്നും കഴിവുകൊണ്ടല്ല. അവിടെ വന്നവർക്കെല്ലാവർക്കും അറിയാം, അത് ഭഗവാൻ തന്നെ നേരിട്ടാണത് കൊണ്ടു നടക്കുന്നതായിട്ടാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ഓരോന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതായാലും ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതായാലും ഇതൊക്കെ അവിടുന്ന് വരുന്ന കൽപ്പന പോലെ പോകുന്നു മാത്രമേ ഉള്ളൂ. കാരണം എനിക്കറിയാം എനിക്കിതിനൊക്കെ എത്ര യോഗ്യതയുണ്ടെന്നുള്ളത് എനിക്കറിയാവുന്ന കഥയുള്ളൂ എന്നർത്ഥം. അതുപോലെ തന്നെയാണ് നാരായണീയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഭൗതികമായ ഒരു അച്ചടക്കമാണോ ആത്മീയമായൊരു മുന്നേറ്റമാണോ വേണ്ടത്? ആദ്യത്തെ ചോദ്യമാണ്. ഭൗതികമായ ഒരു അച്ചടക്കം വേണോ ആത്മീയമായൊരു ഉന്നതി വേണോ? ആദ്യം വേണ്ടത് ഏതാ? ആദ്യം വേണ്ടത് എ ഡിസിപ്ലിൻഡ് മെറ്റീരിയൽ ലൈഫാണ് വേണ്ടത്. അതുകൊണ്ട് എന്താ കാരണം, എ ഡിസൈപ്പിൾ ഈസ് എ മാൻ who is following discipline. Only a disciplined man can become a disciple എന്ന് ചിന്മാനസ്വാമികൾ പറയും. അപ്പം ആദ്യം വേണ്ടത് മെറ്റീരിയൽ ലൈഫിനെ നമ്മൾ വേണ്ട പോലെ, ഭൗതിക ജീവിതത്തിനെ വേണ്ട പോലെ ഒന്ന്, അത് നാരായണീയത്തിലെ പല ഭാഗത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ശ്രീമദ് നാരായണീയത്തിന് മറ്റൊരു പ്രത്യേകത എന്താണ് നാരായണീയത്തിൽ പറഞ്ഞേക്കണമെന്ന് ചോദിച്ചാൽ, തുടങ്ങുന്നത് തന്നെ സാന്ദ്രാനന്ദം എന്നാണ് തുടങ്ങുന്നത് അല്ലേ, അവസാനിക്കുന്നതോ ആയുരാരോഗ്യ സൗഖ്യം. അപ്പോൾ ആനന്ദത്തോടുകൂടിയ ജീവിതവും. ഇപ്പം എന്താ പ്രത്യേകം ചോദിച്ചാൽ, ഞാൻ പലപ്പോഴും ചോദിക്കുന്ന പോലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഇപ്പോൾ ക്ഷേത്രങ്ങളിലാണോ ആശുപത്രികളിലാണോ ചോദിക്കാറുണ്ട്. എന്താ ഉത്തരം പറയുക? ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ക്ഷേത്രങ്ങളിലല്ല, ആശുപത്രിയിലാണ്. ഏറ്റവും കൂടുതൽ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്നത് ക്ഷേത്രത്തിലാണോ ആശുപത്രിയിലാണോ? ICUവിൻ്റെ മുമ്പിൽ പോയിരുന്നാൽ കാണാം അല്ലേ. ICU എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ICU, നിന്നെ ഞാൻ കണ്ടോളാം. അവിടെയാണ് ശരിക്കും കിടന്ന് ബുദ്ധിമുട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് മരുന്ന് കഴിക്കാത്തവർ ഞാൻ നോക്കിയിട്ട് ആരുമില്ല. മിക്ക ആൾക്കാർക്കും 2 നേരമോ 3 നേരമോ ഗുളികകളുണ്ട്. മാത്രമല്ല, നാരായണീയം വായിച്ചാലും വായിച്ചില്ലെങ്കിലും ക്ഷേത്രത്തിൽ പോയാലും പോയില്ലെങ്കിലും ഡോക്ടറെ കാണുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ല. എല്ലാ മാസവും ടെസ്റ്റിങ്ങും ഉണ്ട്. അതൊക്കെ വളരെ നിഷ്ഠയായിട്ട് ചെയ്യും. ഉപാസനയിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് ഒരു പരിങ്ങൽ ഉണ്ടാവുക. അതുകൊണ്ട് ഒരുപാട് പറഞ്ഞു. ആദ്യമായിട്ട് ഹൈലി പോസിറ്റീവായിട്ട് പറഞ്ഞതാണ് ഹന്തഭാഗ്യം ജനാന. ഇരിക്കുന്ന എല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, നാരായണീയം പ്രചരിക്കണം എല്ലായിടത്തുനിന്ന്, ലോകം മുഴുവൻ. അപ്പം നമ്മുടെ തന്നെ ഓൺലൈൻ പ്രോഗ്രാം നടക്കുന്നുണ്ട് നാരായണീയത്തിൽ. പല രാജ്യങ്ങളിൽ നിന്നും അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നാരായണീയം ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന മഹാത്മ്യത്തിൽ പറഞ്ഞ പോലെ ബോംബെയിലും ഡൽഹിയിലും UK-യിലും അമേരിക്കയിലും ഒക്കെ തന്നെയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തി പ്രസ്ഥാനം വിപുലമായി നിൽക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്കോണാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോടിക്കണക്കിന് ആൾക്കാരാണ് ഹരേ കൃഷ്ണ ജപിച്ചുകൊണ്ട് ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ, റഷ്യയിൽ തൊട്ട് എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പോലും ആ ഭഗവാന്റെ ഏറ്റവും മഹത്തരമായ ലീലകളെ വർണ്ണിക്കുന്ന ഒരു എന്താ പറയുക ക്യാപ്സ്യൂൾ രൂപത്തിൽ ഗ്രന്ഥമാണ് ഏത്? ശ്രീമൻ നാരായണീ. നരനെ സംബന്ധിച്ചതും നാരായണനെ സംബന്ധിച്ചതും രണ്ടും അർത്ഥമുണ്ട് അതിന്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഉപാസനയ്ക്ക് ഉപയോഗിക്കാവുന്ന ഒരു സദ്ഗ്രന്ഥം തന്നെയാണ് ഏത്? നാരായണീയം. അപ്പോൾ ഹന്തഭാഗ്യം ജനാനാം എന്നാണ് അതിലത്തെ ഒരു കീവേഡ്.
അത് കഴിഞ്ഞ പറഞ്ഞു ഏവം ദുർലഭ്യ വസ്തുന്നവി സുലഭതയാ ഹസ്തലബ്ധേ യതന്യത് തന്വാവാചാധിയാവാ ഭജതി ബലജന ക്ഷുദ്രത ഏവസ്ഫുടേയം. ഇത്രയൊക്കെ സൗകര്യം ഉണ്ടായിട്ട് പോലും ഇപ്പോഴും ഭൗതികമായ ഭ്രമങ്ങളിൽ പെട്ടുകൊണ്ട് പോകുന്ന, അതിന് പട്ടേപ്പാട് 100-ാം ദശകത്തിൽ പറഞ്ഞു വെച്ചു ഭ്രാന്തിജന്യത് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഭ്രാന്ത് പിടിച്ച ലോകം അല്ലേ? ഇപ്പം കഴിഞ്ഞ ദിവസവും കൂടി നിങ്ങൾക്കറിയാം, ഒരു ചെറിയ എക്സാമ്പിളാണ്. തമിഴ്നാട്ടിൽ ഒരു സിനിമാ നടനെ കാണാൻ വേണ്ടി പോയിട്ട് 40-40 പേര് മരിച്ചു ഇല്ലേ? ഇത് ഭ്രാന്താണോ അല്ലയോ? ഈ സിനിമാ നടന്മാർ അവരുടെ തൊഴിൽ ചെയ്യണു, നമ്മൾ നമ്മുടെ തൊഴിൽ ചെയ്യണു, അത്രയേ ഉള്ളൂ. അവരവരെ തൊഴിൽ ചെയ്ത് കാശുണ്ടാക്കണു, നമ്മൾ നമ്മുടെ തൊഴിൽ ചെയ്ത് കാശുണ്ടാക്കണു. ഇതിലെന്താ പ്രത്യേകതയുള്ളത്? എന്തിനാണ് ഈ ഭ്രമിച്ചുകൊണ്ട്? അത് സിനിമാ നടൻ മമ്മൂട്ടി പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ കണ്ടുകൊണ്ടൊന്നും ഭ്രമിക്കരുത്, അത് സിനിമാ ടെക്നിക്സാണത്. ഇതിനൊന്നും വാസ്തവതയില്ല, യാഥാർത്ഥ്യവുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ മുഴുവൻ ഭ്രാന്ത് പിടിച്ചുകൊണ്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വേടൻ്റെ പിന്നാലെ, മറ്റവരുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഈ സപ്താവേദികളിൽ ചെറുപ്പക്കാരെ കാണാൻ ബുദ്ധിമുട്ടാണ്. മിക്കവാറും റിട്ടയേർഡ് ആൾക്കാരെ വരിക. ഓൾറെഡി ടയേർഡാണ്, റീടയേർഡാണ് അവർ. വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണ്. ആരും ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും അവിടുത്തെ അങ്ങനത്തെ ആൾക്കാരായിരിക്കും നാരായണീയത്തിനെ എടുക്കുക. ഒന്ന് മോഹൻജി എഴുന്നേറ്റ് നിന്നോളൂ. ഇദ്ദേഹമാണ് മോഹൻ ചേച്ചൂർ ഞാൻ പറഞ്ഞത്, നാരായണീയ മഹാത്മഗ്രന്ഥം വ്യാഖ്യാനിച്ച് ആശ്രമത്തിനെ സഹായിച്ച ആൾ. അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കുറേയധികം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും അറിയാറില്ല, പബ്ലിസിറ്റി കുറവാണ്, പക്ഷെ ചെയ്യുന്നുണ്ട് ധാരാളം കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഭൗതിക ഭ്രാന്ത് പിടിക്കാണ്ട് നോക്കുക. അതായത് റിലേഷൻഷിപ്പ് ലെസ് റിലേഷൻഷിപ്പ് എന്നാണ് സ്വാമി ചിന്മയാനന്ദജി പറഞ്ഞേക്കുന്നത്. അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ എല്ലാവരോടും അടുക്കുക. അല്ലാതെ ഒന്നിനെയും നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. ഇവിടെ ഒന്നും നമ്മുടെ സ്വന്തം അല്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വപീഡാഭഗത്തി നിശേഷാത്മാനമേനം ഗുരുപവന പുരാധീശമേവ ആശ്രയാമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യത്തെ പ്രാർത്ഥന നാരായണീയത്തിൽ വാതരോഗം മോറാനാണോ അത് ലോകശാന്തിക്ക് വേണ്ടിയിട്ടാണോ? വിശ്വപീഡാഭഗത്തി ഒന്ന് ശ്രദ്ധിച്ചോളൂ. വലിയൊരു കവിയാണ്, വ്യാസൻ്റെ അവതാരമാണ്. അപ്പം അധികം തന്നെ പറയണു ലോക നന്മയായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് ശ്രദ്ധിക്കുക. വളരെ പ്രധാനമായിട്ടുള്ളതാണ് ആ ഒരു സാധനം. അപ്പം എന്താ വേണ്ടത്? ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അയൽക്കാരെന്നുള്ളതിൻ്റെ വ്യാഖ്യാനം എടുത്തു കഴിഞ്ഞാൽ വിപുലമായ വ്യാഖ്യാനം അതിന്. ഏത് മതമായിക്കോട്ടെ നല്ലത് പറഞ്ഞാൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തോളണം. അല്ലാണ്ട് ഇന്ന മതം പറഞ്ഞതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യില്ല എന്നല്ല പറയേണ്ടത്. അപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു വാക്കാണത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ആ വലിയ വാക്ക് നമുക്കുണ്ടോ എന്നുള്ളത്. ഇന്നിപ്പോൾ താമസിക്കുന്നവർക്ക് സ്വന്തം അയൽക്കാരെ പോലും അറിയില്ല. അടുത്ത വീട്ടിൽ ആരാ താമസിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പോൾ മിക്കവാറും ബന്ധുക്കൾ തമ്മിൽ ബന്ധം കുറവാണ്. ഒരാളെയും പരിചയമില്ല, തറവാട്ടുകാർ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതൊക്കെയാണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ട് ജീവിക്കുകയല്ല വേണ്ടത്. നമ്മളൊരു സാമൂഹ്യ ജീവിയായതുകൊണ്ട് സോഷ്യൽ കോണ്ടാക്ട്സ് ഉണ്ടാവണം നമ്മൾ തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് 10-ാം ദശകത്തിൽ നാരായണത്തിൽ പ്രത്യേകതയുണ്ട്. 2-ാം ശ്ലോകത്തിൽ 10-ാം ദശകത്തിൽ ഞാൻ കുറച്ചിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ഇത്രയധികം സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള കാരണം? അതിന് പട്ടതിരിപ്പാട് പറഞ്ഞു. 10-ാം ദശകത്തിൽ 2-ാം ശ്ലോകത്തിൽ പറഞ്ഞു 5 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ 5 കാര്യം, ഒന്ന് ആ ശ്ലോകം മിഥ്യാഗ്രഹം അസ്മി രാഗം വികോപം അസ്മി രാഗം വികോപം ഭീതി അസ്മിമതി രാഗം. അപ്പം എന്താണ് ഈ 5 കാര്യങ്ങൾ? ഈ 5 കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനെ ധന്യമാക്കാം. ഒന്ന് മിഥ്യാഗ്രഹം. ഇന്നിപ്പോൾ ലോകത്തിലുള്ളത് ശരിയായ ധാരണയാണോ തെറ്റിദ്ധാരണയാണോ? കുടുംബത്തിലായാലും പിന്നെ ഔദ്യോഗിക തലത്തിലായാലും സമൂഹ തലത്തിലായാലും ഏറ്റവും കൂടുതൽ നിലനിന്ന് പോകുന്നത് ശരിയായ ധാരണയല്ല. ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാം. പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അപ്പം ആദ്യത്തെ പ്രശ്നം ബന്ധങ്ങൾ ഒലയാളതായോ അത് അടുപ്പം വരാതിരിക്കാനുള്ള കാരണം തെറ്റിദ്ധാരണയാണ്. ഓരോരുത്തർക്കും ഓരോ ധാരണയുണ്ട്.
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പെരുമാറുന്നത്. അത് മുഴുവൻ ശരിയായിക്കൊള്ളണമെന്നില്ല. കാരണം നമുക്കൊക്കെ ലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ളൂ ഓരോന്ന് മനസ്സിലാക്കാനായിട്ട്. നമ്മളൊന്നും പെർഫെക്റ്റ് അല്ല. അതായത് ആത്മീയതയുടെ കാര്യം പറയുമ്പോൾ അപൂർണതയിൽ നിന്നും പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് സ്പിരിച്വൽ ലൈഫ് എന്ന് പറയാറുണ്ട് സാധാരണ. അതുപോലെ ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് ഞാനൊരു മന്ത്രം കൂടി ചൊല്ലിയിട്ട് അങ്ങനെ തുടങ്ങാം. നമുക്ക് ഒന്ന് നിങ്ങൾ കൂട്ടത്തിൽ ചൊല്ലണം അത് കേട്ടോ. മമ കാമം ദൂരയ ദൂരയാ, ഓർക്ക ചൊല്ലും. മമ കാമം ദൂരയ ദൂരയാ, മമ താപം ദൂരയ ദൂരയാ, മമ കോപം ദൂരയ ദൂരയാ, അഹംഭാവം ദൂരയ ദൂരയാ, കൃപയാ മാം ശോധയ ശോധയ, ദയയാ മാം പാലയ പാലയ, ഗോവിന്ദ വായുപുരേശ, ഗോപാല മോഹന കൃഷ്ണ, ഗോപാല മോഹന കൃഷ്ണ. വളരെ രസമായിട്ടുള്ളതാണ്. മമ കാമം ദൂരയ ദൂരയ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ആവശ്യങ്ങളാണോ ആഗ്രഹങ്ങളാണോ എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, ആവശ്യങ്ങൾ വളരെ പരിമിതവും ആഗ്രഹങ്ങൾക്ക് ഒരതിർത്തിയില്ല, അല്ലേ? ഈ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയിട്ടാണ് ഗ്രഹപ്പഴം മുഴുവൻ വരുന്നത്. പലപ്പോഴും ഞാൻ പറയും, ജോത്സ്യനെ കാണാൻ പോകുന്ന ആൾക്കാരുടെ പോകുന്നവരുടെ കയ്യിൽ 11 ഗ്രഹമുണ്ട്, ജോത്സ്യൻ്റെ കയ്യിൽ 9 ഗ്രഹമുണ്ട്. പോകുന്ന ആളുടെ കയ്യിൽ 11 ഗ്രഹം, ജോത്സ്യൻ്റെ കയ്യിൽ എന്താ 9 ഗ്രഹം അദ്ദേഹത്തിൻ്റെ കയ്യിലും. ഗ്രഹവും ആഗ്രഹവും നമ്മുടെ കയ്യിലും. ഗ്രഹവും അപ്പം എന്താ ഈ 11 എണ്ണായില്ലേ? ഈ ഗ്രഹവും ആഗ്രഹവും ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഗ്രഹപ്പഴ ഉണ്ടാവില്ല. ഇത് രണ്ടോ പ്രശ്നം. അതുകൊണ്ട് കാമങ്ങളെ കുറയ്ക്കുക. അതാണ് പറയും, ഇന്ന് ലോകം ഭരിക്കുന്നത് രാമനാണോ കാമനാണോ ചോദിച്ചാൽ എന്താ പറയുക? ഇന്ന് ലോകം ഭരിക്കുന്നത് രാമനാണോ കാമനാണോ എന്ന് ആരും ഒന്നും പറയണില്ല. പറയൂ, കാമനാണ്. രാമനല്ല ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാമത്തിൻ്റെ വിളയാട്ടാണ് സകല ദിക്കിലും, എല്ലാത്തിലും. അതെ, നമ്മൾ പേപ്പർ വായിച്ചാലും കാണാം. അപ്പം എന്ത് വേണം? അത്തരം ആ ഒരു ദുർബുദ്ധി ഒഴിവാക്കുക. മമ കാമം ദൂരയ ദൂരയ. അതുപോലെ തന്നെ മാനസികം, അതുപോലെ ശാരീരികം, ബൗദ്ധികം തുടങ്ങിയിട്ടുള്ളതായ അനാരോഗ്യമായ അവസ്ഥകൾ നമുക്കുണ്ട്. ചീത്ത ചിന്തകൾ, ചീത്ത ഭാവങ്ങൾ, ചീത്ത സങ്കല്പങ്ങൾ, ശാരീരികമായിട്ടുള്ളതായ അസ്വസ്ഥതകൾ, ഇതൊക്കെ ഉണ്ട്. ഇതും നമ്മൾ ദൈവികമായ ഗുണങ്ങളെ സ്വാംശീകരിച്ചാൽ മാത്രമേ ഇത്തരം ദുർഗുണങ്ങളെ, ഇത്തരം അവസ്ഥകളെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ, ഇപ്പോഴും ടിബറ്റിലൊക്കെ 10, 300, 400 വർഷം ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. ത്രിവിഷ്ടപം എന്ന് പേരുള്ളതായ ടിബറ്റ് എന്ന് പേര് കൊടുത്തത് ഇംഗ്ലീഷുകാരാണ്. ത്രിവിഷ്ടപം എന്നാണ് ശരിക്കുള്ള പേര്. അവിടെ 400 വർഷവും 300 വർഷമൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടത്രേ. എന്തുകൊണ്ട്? അതാണ് അവിടെ നമ്മുടെ ഒരു സിനിമാ നടൻ പോയപ്പോൾ അവിടെ ഒരു ദിക്കിൽ നിലം ഉഴുതുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. അയാളോട് പോയി ചോദിച്ചു, ഇത്രേ ഇവിടെ ധാരാളം ഈ പ്രായം ചെന്ന ആൾക്കാരെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ശരി. അപ്പം അദ്ദേഹം പറഞ്ഞു ശരിയാണെന്ന്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് 145 വയസ്സായി. ഞാനിവിടുത്തെ മധ്യവയസ്കനാണ്. നമ്മളിവിടെ ഒരു 70 കഴിയുമ്പോഴത്തേക്കും കിടക്കാൻ നോക്കി നടക്കുക അവിടെ, അല്ലേ? വയ്യ 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 എന്ന് പറഞ്ഞിട്ടല്ലേ? എവിടുന്ന വയ്യായി വരണേന്ന് ചോദിച്ചാൽ നെഗറ്റീവായിട്ടുള്ള നമ്മുടെ തോട്ട്സാണ് നമുക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. വിപരീതമായ ചിന്തകൾ. മനോബലവും ആത്മബലവും വർദ്ധിപ്പിക്കുമ്പോൾ വയസ്സാവും തോറും മനോബലവും അതുപോലെ ആത്മബലവും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പല തരത്തിലുള്ളതായ ആ ദുരവസ്ഥകളെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഈ 5 കാര്യം പറയുന്നത്. അപ്പോൾ തെറ്റിദ്ധാരണ, ഞാനെന്ന ഭാവം, പിന്നെ എന്താ അറ്റാച്ച്മെൻ്റ്, രാഗം, അല്ലേ? നമുക്കുണ്ടോ ഇല്ലയോ? എല്ലാത്തിനോടും അതെ. വാടക വീടിനോട് പോലും അറ്റാച്ച്മെൻറ്റാണ്. എന്നിട്ടിപ്പോൾ വേറെ പറയാൻ പോണത്, ഈ പറഞ്ഞതായ ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു സാധനം എൻ്റെ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ? ഒന്നുമില്ല. നമ്മളൊക്കെ വെറും ഇവിടുത്തെ സന്ദർശകർ മാത്രമാണ്. വി ആർ ദ വിസിറ്റേഴ്സ്. ഓഷോ പറഞ്ഞ പോലെ വി ആർ വിസിറ്റേഴ്സ്. അപ്പോൾ ഡേറ്റ് ഓഫ് അറൈവൽ, ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ
ഇതിൽ എഴുതി വെച്ചേക്കണത്, മരിച്ചെടുത്ത് എഴുതി വെച്ചേക്കണത് ഡേറ്റ് ഓഫ് അറൈവൽ, ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ. ഇങ്ങനെയുള്ളതായ ഒരു ലാഘവ മനസ്സോടുകൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഈ അനാവശ്യമായ വെറുപ്പ്, വിദ്വേഷം, മത്സരം, ഇതൊക്കെ എന്തിനാ അത്? അല്ലേ, കുറച്ച് കാലത്തേക്കുള്ള ആൾക്കാരല്ലേ നമ്മളുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഭാവം, ഞാനെന്ന ഭാവം കളയുക. അതുപോലെ തന്നെയാണ് അസ്മിമതി എന്ന് പറഞ്ഞു, അറ്റാച്ച്മെൻറ്റ്. പിന്നെ ഇരിക്കുന്ന ഇത്ര ആൾക്കാരോട് കോമൺ ആയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊക്കെ കോപം വരാറുണ്ടോ? ഒരാളെങ്കിലും കൈ പൊക്കാമോ? കോപം ഇല്ല, വരാറില്ല പറഞ്ഞിട്ട് ഒരാൾ. അതുപോലെ എനിക്ക് അഹങ്കാരം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും കൈ പൊക്കാൻ പറ്റുമോ? പറ്റില്ല. അഥവാ കൈ പൊക്കി കഴിഞ്ഞാൽ അഹങ്കാരമില്ല എന്നുള്ള അഹങ്കാരവും അതുകൊണ്ട്. അതുകൊണ്ട് തന്നെ കോപം, എന്നാൽ കോപം വേണ്ടേ ചോദിച്ചാൽ കോപം അഭിനയിക്കാനുള്ളതാണ്, അനുഭവിക്കാനുള്ളതല്ല. പറയാറുണ്ട്, നവരസങ്ങളൊക്കെ അഭിനയിക്കാനുള്ളതാണ്, ഭക്തിരസം മാത്രമാണ് അനുഭവിക്കാനുള്ളത്. നവരസങ്ങളൊക്കെ എന്തിനുള്ളതാ? അപ്പൊ കോപമായാലും എല്ലാം അഭിനയിച്ചാൽ മതി. കാര്യം നടക്കാൻ കോപം കാണിക്കാണ്ട് പറ്റില്ല. നിത്യാനന്ദ സരസ്വതി സ്വാമികൾ പറഞ്ഞ പോലെ ശിവാനന്ദ ആശ്രമത്തിലെ അദ്ദേഹത്തിനോട് ചോദിച്ചു, കോപിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ആശ്രമം കൊണ്ടു നടക്കണമെങ്കിലോ അല്ലെങ്കിൽ പരിപാടി നടക്കണമെങ്കിലോ ഒക്കെ കോപിക്കേണ്ടി വരും. പക്ഷെ കോപിക്കുന്ന ആൾക്ക് അറിയണം ഞാൻ കോപിക്കുകയാണെന്നുള്ളത്, അല്ലെങ്കിൽ അത് BP കൂട്ടും. അപ്പോൾ കോപം ആവശ്യമാണ്, ഭഗവാൻ ആവശ്യമില്ലാത്ത നമുക്ക് തന്നിട്ടില്ല. പക്ഷേ അത് അധികമായാൽ ബുദ്ധിമുട്ടാണ്. കോപം ഒരു ശീലമാക്കരുത്. കോപം ശീലമാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷം ചെയ്യുന്നിടത്ത് അപ്പോൾ കോപം പോയി. പിന്നെയുള്ളതാണ് ഭയം. ഭയമില്ലാത്തൊരുവരുണ്ടോ ഇവിടെ? ഓരോ നിമിഷം ഭയപ്പെട്ട് ജീവിക്കുക നമ്മളൊക്കെ, അല്ലേ? ഏറ്റവും വലിയ ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണഭയം എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും ഉണ്ട് മരണഭയം. പക്ഷേ ഒന്ന് ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം കൂടി സയൻറ്റിസ്റ്റ് പറഞ്ഞ പോലെ മരണം എന്നുള്ള സാധനം ഇല്ല, അത് അവസ്ഥാന്തരമാണ് അത്രേ, അല്ലാണ്ട് മരണം അല്ലാത്തരേ. അത് നമ്മൾ ഈ സ്റ്റേജിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ. മരണം എന്നുള്ളതൊരു സത്യമല്ല എന്ന് അദ്ദേഹം പറയാം. സയൻറ്റിസ്റ്റാണ് പറയണത്, അല്ലാണ്ട് വേറെ ആരുമല്ല പറയണത്, സയൻറ്റിസ്റ്റാണ് പറയണത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കാനും ഭയപ്പെടരുത്, മരിക്കാനും ഭയപ്പെടരുത്. ജീവിക്കാൻ ഭയപ്പെടാത്ത ആൾക്ക് മാത്രമേ മരിക്കാനും ഭയപ്പെടാണ്ടിരിക്കാൻ പറ്റുള്ളൂ. ജീവിക്കാനും ഭയപ്പെടരുത്. നമുക്ക് സത്യം വധ ധർമ്മം ചെല എന്ന് പറഞ്ഞാൽ ആ ഒരു വാല്യൂസ് കുറച്ചെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് പോയാൽ നമുക്ക് ധൈര്യം കൂടുതലാണ്. കാരണം ഞാൻ പലപ്പോഴും പറയും, എനിക്ക് എന്നെ അറിയുന്നേക്കാൾ കൂടുതൽ എന്നെ ഗുരുവായൂരപ്പനറിയാം, അല്ലേ? അപ്പം നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം എന്താ? ആരെന്ത് വിചാരിച്ചാലും, ആരെന്ത് ആക്ഷേപം പറഞ്ഞാലും, ആരെന്ത് പറഞ്ഞാലും നമുക്ക് സമാധാനിക്കാവുന്നത് ഞാൻ എന്താ ചെയ്തത്, എൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് ആരേക്കാളും നമ്മുടെ ഉള്ളിലിരിക്കുന്ന സാക്ഷാ ഗുരുവായൂരപ്പൻ അറിയാം. പിന്നെ എന്തിനാണ് നമ്മൾ വല്ലാണ്ട് വിഷമിക്കുന്നത്? അങ്ങനെ ഉപദേശൻ നരനാരായണ അവതാരം വർണ്ണിക്കുമ്പോൾ അത് വരുന്നത്. ഇപ്പം നമ്മളെന്ത് വേണം? ഉപദേശിക്കുകയാണോ വേണ്ടത്, ആചരിച്ച് കാണിച്ചു കൊടുക്കുകയാണോ വേണ്ടത്? അതൊരു ചോദ്യമാണ്, അല്ലേ? നമ്മളൊക്കെ ഇപ്പോൾ ഈ പ്രഭാഷണങ്ങൾ, സപ്താഹങ്ങൾ, സമീക്ഷകൾ, സത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് കേൾക്കുന്നുമുണ്ട്. ഉപദേശിക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ അത് ആചരിക്കാൻ, അതാണ് ആചാര്യൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ആചരിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പം അതുകൊണ്ട് ആചാര്യന്മാർക്ക് നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ ഭാഗവതം പറയൽ മാത്രമല്ല, അല്ലെങ്കിൽ ഭാഗവതം പറഞ്ഞു കൊടുക്കലല്ല, അവർ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായ ചില നിഷ്ഠകളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അത് കണ്ടിട്ട് വേണം അവരുടെ ഫോളോവേഴ്സ് അവരെ സ്വീകരിക്കാനായിട്ട്, അല്ലേ? ഇപ്പം വീട്ടിലാച്ചാലോ മാതാപിതാക്കളും ശ്രദ്ധിച്ചോളണം. കുട്ടിക്കാലം തൊട്ട് തന്നെ അവരിലും ഭക്തി ഉണ്ടാവണം. ആ ഭക്തി അടുത്ത ജനറേഷൻ പകർന്നു കൊടുക്കാവുന്ന ഒരു എന്താ പറയുക സംവിധാനം വീട്ടിലും ഉണ്ടാവണം, വേണ്ടേ? അപ്പോൾ എത്ര പേര് ഇവിടെ ഇരിക്കുന്ന ഇത്ര ആൾക്കാർ നാരായണീയം ഇവിടെ വന്ന് ചൊല്ലി പോയിട്ടുണ്ട്? നിങ്ങൾ എത്ര പേര് വീട്ടിൽ മക്കളുടെ മക്കളൊക്കെ ഉള്ള സമയത്ത് ഉറക്കെ നാരായണീയം വായിക്കാറുണ്ടോ? വായിക്കാറുണ്ടെന്ന് വെച്ചാൽ നല്ലതാണ്, കാലത്ത് വായിക്കുക. ഞാൻ വീട്ടിലെപ്പോഴും പറയും, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത ഇതൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കൂ. കുട്ടികൾ കേൾക്കട്ടെ. അത് കുട്ടികൾ മാറണം. നമ്മൾക്കിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെയല്ല, ആരെയാ? കുട്ടികൾ, അടുത്ത തലമുറയിലേക്ക് നമ്മുടെ മനസ്സ് പോകണം. ഇപ്പം തിരുമ്പ ഇവിടെ വെച്ച് പറഞ്ഞു, 2 ലഹരിയാണ് ഇവിടെ ഉള്ളത് ലോകത്തിൽ. ഒന്ന് രാസലഹരി, 2 ഭക്തി ലഹരി. ഇന്ന് ചെറുപ്പക്കാരൊക്കെ ഏത് ലഹരിയുടെ പിന്നാലെ പോണത്? ആലോചിച്ച് നോക്കൂ. രാസലഹരിയുടെ പിന്നാലെയാണ് എല്ലാവരും പോണത്, അല്ലേ? ബോധമുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഞാൻ പറയാറുണ്ട്, 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഈ ചെറുപ്പക്കാർ നല്ല ബുദ്ധിയുള്ളവരാണ്, പക്ഷെ 7 മണി കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? ബോധം നഷ്ടപ്പെടും. നമ്മൾക്കൊക്കെ വേണ്ടത് ബോധമാണോ ബുദ്ധിയാണോ? നമുക്കില്ലാത്തത് ഒന്ന് ബോധത്തിൻ്റെ കുറവുണ്ട്, നമുക്ക് ബുദ്ധിയുണ്ട് കേട്ടോ. ജീവിക്കാനുള്ളതായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കാനും സുഖമായിട്ട് ജീവിക്കാനുള്ളതായ ബുദ്ധിപരമായ സാമർഥ്യം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ബോധം തെളിഞ്ഞിട്ടില്ല. പട്ടതിരിപ്പാട് പറഞ്ഞു, സന്ദ്രാനന്ദം അവബോധാത്മകം. ഉൾബോധം, നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എപ്പോഴും അലർട്ടായിരിക്കണം, എന്നാലേ ആനന്ദം കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ആ ബോധത്തിൻ്റെ തെളിമ നമുക്കുണ്ടാവണം, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ കുട്ടികളിലേക്ക് ഇത് പകർന്നു കൊടുക്കാനുള്ള സംവിധാനം വീട്ടിൽ നേരത്തെ എഴുന്നേൽക്കുക, നല്ല നാമം ജപിക്കുക, കുട്ടികളിലേക്ക് നല്ല നല്ല കഥകൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു നോർത്ത് ഇന്ത്യൻ സ്വാമി പറഞ്ഞ പോലെ രാത്രി കിടക്കാറാകുമ്പോൾ എൻ്റെ അമ്മയൊക്കെ കുട്ടിക്കാലത്ത് കിടക്കാൻ നമ്മളൊക്കെ ഉറങ്ങാൻ പോകുമ്പോൾ അടുത്ത് വന്നിരുന്ന് രാജാവിൻ്റെ കഥ, രാജകുമാരിയുടെ കഥ, പറക്കണ കുതിര, പറക്കാത്ത കുതിര എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കഥ പറഞ്ഞു. ഇന്നിപ്പോൾ ഈ മൊബൈൽ വന്ന ശേഷം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആരെയും ഒന്നിനും കിട്ടില്ല. എവിടെ അച്ഛൻ മരിച്ചു കിടക്കുക, അദ്ദേഹത്തിനെ അവിടെ കിടത്തിയിട്ടുണ്ട്, 3 മക്കളിരുന്നുകൊണ്ട് മുമ്പിലിരുന്നുകൊണ്ട് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞൊരു ഫോട്ടോ കണ്ടതാണ്, ഞാൻ ആലോചിച്ച് നോക്കും, അച്ഛൻ മരിച്ചു കിടക്കണു, ഇവരെന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അച്ഛൻ്റെ ശവം നോക്കിക്കൊണ്ട് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചോളൂ. ജീവിതം ധന്യമാക്കേണ്ടത് ഗുരുവായൂരപ്പനല്ല, താൻ പാതി ദൈവം പാതി. അതാണ് നരനാരായണ അവതാരത്തിൽ പറയുന്നത്. 1000 കവചമുള്ളതായി സഹസ്രകവചനെ വധിക്കാനായിട്ട് നരനും നാരായണനും കൂടി ശ്രമിച്ചിട്ടാണ് ചെയ്തത് അത്. അപ്പം എന്താ വേണ്ടത്? താൻ പാതി. നമ്മുടെ ഭാഗത്തുനിന്ന് നല്ല ശ്രമം വേണം. അതായത് രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇഷ്ടദൈവത്തിനെ കഷ്ടപ്പെടുത്തരുതെന്ന്. ഇഷ്ടദൈവത്തിനെ എല്ലാം ഗുരുവായൂരപ്പൻ നോക്കിക്കോളും, എല്ലാം അദ്ദേഹം നോക്കിക്കോളും എന്ന് വിഡ്ഢിത്തം പറയരുത്. നമുക്കൊരു സാമാന്യ ബോധവും സാമാന്യ ബുദ്ധിയും തന്നിട്ടുണ്ട് അല്ലേ? യു ഡു ദ ബെസ്റ്റ്, അതാണ് ഏറ്റവും പ്രധാനം. ഹി വിൽ ഡു ദ റെസ്റ്റ്. ഇതും പറയും, യു ഡു ദ ബെസ്റ്റ്, ഹി വിൽ ഡു ദ റെസ്റ്റ്. നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കണം, നന്നായിട്ട് എല്ലാം ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. അല്ലാണ്ട് വെറുതെ മലന്ന് കിടന്നുകൊണ്ട് എല്ലാം ഗുരുവായൂരപ്പൻ കൊണ്ട് വായി തരുമെന്ന് പറഞ്ഞിരിക്കുന്നത് വിഡ്ഢിത്തമാണ് വാസ്തവത്തിൽ. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഇത്രയധികം അമ്മമാർ നല്ലോണം ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബം മാത്രമല്ല, ഈ നാട് പോലും, ഇന്നലെ സ്വാമിജി പറഞ്ഞ പോലെ, ഇന്നലെ പറഞ്ഞില്ലേ, മറ്റേ ഗവർണർ പറഞ്ഞില്ലേ, ഈ മാതൃശക്തി ഉണരണം. ഇപ്പം നാരായണീയം ഒരു ഉപാധിയായിക്കൊണ്ട്, മാധ്യമമായിക്കൊണ്ട് എല്ലാവരും യോജിച്ചിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് ധൈര്യം കുറവുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം കൂടി ഒരു അമ്മ പറഞ്ഞു, ഈ സമിതികൾ തമ്മിൽ യോജിപ്പ് കുറച്ച് കുറവല്ലേ തിരുമേനിന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. അപ്പം അതും ഒരു പ്രശ്നമാണ് ഇവിടെ. ഇപ്പം ഞങ്ങളുടെ ട്യൂണിലെല്ലാം അവർ ചെല്ലണത്, ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ഗുരുവായൂരപ്പനെ സമർപ്പിക്കൂ. ട്യൂൺ എന്താ നോക്കാൻ പോണത്? നിങ്ങൾ ചെയ്യുന്നത് ഭഗവാനെ സമർപ്പിച്ചാൽ പോരെ. അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കേണ്ട, തന്നെ ശ്രദ്ധിക്കൂ. അപ്പം നരനാരായണന്മാരുടെ അവതാരം പറയുന്നുണ്ട്. അപ്പോൾ 16-ാം ദശകത്തിലെ അതുണ്ട്. 22-ാം ദശകത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അജാമള ഉപാഖ്യാനം ഉണ്ട് അവിടെ. അതായത് പലർക്കും പറഞ്ഞ പോലെ നാമോപാസന, നാദോപാസന, മന്ത്രോപാസന, സേവോപാസന, ഇതൊക്കെ എഴുതി വെച്ചോളൂ. എന്തൊക്കെയാണ്? നാമോപാസന, നാദോപാസന, മന്ത്രോപാസന, സേവോപാസന. ഇപ്പം ഈ കലികാലത്തിൽ ഏറ്റവും നല്ലത് ഏതാ? ഏറ്റവും നല്ലത് നാമോപാസനയും സേവോപാസനയാണ്. നാമം ജപിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നിരന്തരമായി ഇപ്പം ഈ ഹരേകൃഷ്ണ മൂവ്മെൻറ്റ് തന്നെ ഇത്രയും ശക്തമാവുള്ള കാരണം ഹരേകൃഷ്ണ മന്ത്രത്തിൻ്റെ ശക്തിയാണത്. ശരിക്കും പറഞ്ഞാൽ അത്രയും ഡിവോട്ടഡ് ആയിട്ടാണ് അവർ നാമം ജപിക്കുന്നത് എല്ലാവരും. അതുകൊണ്ട് തന്നെ പ്രബലമായ ശക്തി അവർക്ക് ആർജിക്കാൻ സാധിച്ചിട്ടുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് അവർ. അപ്പം അതുകൊണ്ട് അജാമള ഉപാഖ്യാനം ഭഗവതി കൊണ്ടുവന്നിട്ടുള്ളത് നാമത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയും, ഏറ്റവും കൂടുതൽ ഞാൻ പറയും, മറ്റു മതക്കാരെ നമ്മളൊന്ന് സാമ്യം ചെയ്തു കഴിഞ്ഞാൽ, മുസ്ലിംസിനെ കണ്ടു കഴിഞ്ഞാൽ സലാം അലൈക്കും എന്ന് പറയും, തിരിച്ചു പറയും അലൈക്കും സലാം എന്ന് പറയും. ഒരു ക്രിസ്ത്യനെ കണ്ടു കഴിഞ്ഞാൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എപ്പോഴും. ഒരു ഹിന്ദുവിനെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ എത്ര നാളായി കണ്ടിട്ട്, എന്താ പറയുക? അയ്യോ എത്ര അയ്യോ. ഈ അയ്യോ വിളി ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുക്കളുടെ ഇടയിലാണ്.
മിണ്ടി കഴിഞ്ഞാൽ അയ്യോ എന്നാ പറയുക. അയ്യോ വേദനിച്ചിട്ട് പോയി അയ്യോ കണ്ട അയ്യോ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടാവും. ഒരു നാമം അങ്ങോട്ട് വരില്ല. ഞാൻ പലപ്പോഴും തമാശയിട്ട് പറയും, കാലൻ്റെ അമ്മയുടെ പേരാണ് അയ്യോ. പലവട്ടം അമ്മയെ വിളിച്ച് അയ്യോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ അമ്മ പറയൂത്രേ, മോനെ ഒന്ന് പോയി നോക്കിയിട്ട് പാടാന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കറിയാം ഓരോ ആശ്രമങ്ങൾക്കുണ്ട് ഹരിയോം, ഹരിശരണം, നമശിവായ, സായിറാം, ജയ ഗുരുദേവ് ഒക്കെ ഉണ്ടല്ലേ. ഇനിയെങ്കിലും ഞാൻ പറയും, നമ്മുടെ ഹിന്ദുക്കളെ ജന്തുക്കൾ എന്നാണ് പറഞ്ഞേക്കണത്, അത് വേറെ കഥ. കിഞ്ചവൻ മുച്ചിതേ ജന്തു ജന്മസംസാര ബന്ധന എന്ന് ചോദിച്ചത് നമുക്ക് കേരളതാ. ഹിന്ദു എന്നല്ല പറഞ്ഞത്, എന്താ പറഞ്ഞത്? ജന്തു എന്ന് അല്ലേ. അത് ആര്യശങ്കരൻ പറഞ്ഞു, ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേന്ന്, അതുകൊണ്ടൊരു പേര്. പട്ടതിരിപ്പാട് പറഞ്ഞു, ഭ്രാന്തി മത്സൽ പ്രണത ജനം, ഭ്രാന്ത് പിടിച്ച ജനങ്ങൾ. ഇവരൊക്കെ നമ്മളെ വിമർശിച്ചിരിക്കുക വാസ്തവത്തിൽ. ഞാൻ പറയുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും കാണുമ്പോൾ ഒന്ന് നമസ്തേ പറയുക, അല്ലെങ്കിൽ ഹരിയോന്നോ ഹരിശരണെന്നോ നമശിവായെന്നോ എന്തെങ്കിലും പറഞ്ഞ് ആ നാമത്തെ കൂടെ സ്വീകരിക്കുക അവരെ. നമുക്ക് ഹിന്ദുവാണെന്ന് പറയാൻ പോലും നാണക്കേടാ. പോകും കുട്ടികളൊക്കെ കോളേജിൽ പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴൊക്കെ കുറി മാച്ചിട്ടാ പോണത്. ഇപ്പോൾ അത്രയും ഒരു എന്താ പറയുക അപകർഷതാബോധത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ കാരണം നമ്മുടെ സംസ്കാരത്തിനെ കുറിച്ചുള്ളതായ ബോധം നമുക്ക് വരാത്തതുകൊണ്ടാണ്. ഈ മൈക്ക് പോലും ശരിക്കും ഇരിക്കണില്ല, ഹിന്ദുക്കളെ പോലെ തന്നെ ഒഴിഞ്ഞു തൂങ്ങാണ് താഴത്തേക്ക്. ഇടയ്ക്കിടയ്ക്ക് പിടിച്ചു കൊടുത്തില്ലെങ്കിൽ താഴത്തേക്ക് വരും. ഇത് തന്നെ നമ്മുടെ അവസ്ഥ എന്നർത്ഥം അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ തന്നെ കാണുമ്പോഴെങ്കിലും നാമം ജപിക്കുക, നാമത്തെ കൂടി സ്വീകരിക്കുക, അത് പ്രധാനമായിട്ടുള്ളതാണ്. അപ്പം നാമത്തിൻ്റെ കാര്യം പറഞ്ഞു. 33-ാം ദശകത്തിലേക്ക് വരുമ്പോൾ അംബരീഷ് ചരിതം പറയുന്നുണ്ട്. വളരെ പ്രധാനമായിട്ട് സൂര്യവംശ രാജാക്കന്മാരുടെ സൂര്യവംശം വർണ്ണിക്കുന്ന സമയത്ത് ഒരു രാജാവിൻ്റെ പേരാണ് അമ്പരത്തിലേക്ക് ഈക്ഷണം ചെയ്ത രാജാവ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. എന്ന് വെച്ചാൽ ഉയരാനും വളരാനും മുന്നോട്ട് പോകുവാനും വിചാരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പേരാണ് എന്ത്? അമ്പരത്തിലേക്ക് ഈക്ഷണം ചെയ്യാന്ന് വെച്ചാൽ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും മുന്നോട്ടുള്ള ഗതിയും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ തന്നെയും നമുക്ക് തന്നിട്ടുള്ളത് മുൻഭാഗത്താണോ പിൻഭാഗത്താണോ? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പിൻഭാഗം ഇതുവരെ കണ്ടിട്ടുണ്ടോ? ശ്രമിച്ചിട്ടുണ്ടാവും കാണാനായിട്ട്, വല്ല ഗോഷ്ഠി കാണിച്ചിട്ട്, പക്ഷെ കാണാൻ പറ്റില്ല. പിൻഭാഗത്ത് ഒരു റിവേഴ്സ് ലൈറ്റ് പോലും ഇല്ല നമുക്ക്. എല്ലാം മുൻഭാഗത്താണ്, കാൽപാദം പോലും മുന്നോട്ടാണ് അല്ലേ. അപ്പം എന്താ ഈശ്വരൻ പറഞ്ഞേക്കണേ നമ്മളോട്? ഉയരണം, വളരണം, മുന്നോട്ട് പൊക്കോളണം നമ്മൾ, നെവർ സ്റ്റോപ്പ്. അപ്പോൾ അംബരീഷ് ചരിതം പറയുമ്പോൾ അത് മാത്രമല്ല, അദ്ദേഹത്തിന് രക്ഷയ്ക്കായിട്ട് ഭഗവാൻ കൊടുത്തത് സുദർശന ചക്രം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാവരും വിചാരിച്ചേക്കണത് ഭഗവാന്റെ ചക്രം ഇങ്ങനെ അംബരീഷ് ചുറ്റും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണമെന്നല്ല. അതല്ല അർത്ഥം. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ നയിക്കുന്നത് സുദർശനമായിരിക്കും. കാഴ്ചപ്പാടും മനോഭാവവും നന്നാവണം. പ്രോബ്ലം കിടക്കുന്നത് എവിടെയാണ്? ആറ്റിറ്റ്യൂഡ് ഈസ് ദ പ്രോബ്ലം. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും സാധാരണ. അപ്പം എന്താ സുദർശനം വെച്ച് കഴിഞ്ഞാൽ നല്ല ദർശനം, നല്ല കാഴ്ചപ്പാടാണ്, നല്ലത് കാണാനുള്ളതായ മനസ്സുണ്ടാവണം. അതാണ്. അല്ലാണ്ട് ചക്രം ഇങ്ങനെ ചുറ്റുകിടന്ന് കറങ്ങിയെന്നല്ല അർത്ഥം. ഇങ്ങനെ ഇതിനെ നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, വ്യാസഭഗവാൻ ഭാഗവതം എഴുതിയത് മോക്ഷം കിട്ടാനല്ല, നന്നായിട്ട് ജീവിക്കാനാ. എന്നിട്ട് മോക്ഷം കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ വന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ വരാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ, വൈകുണ്ഠത്തിലേക്ക് വരാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അടുത്ത മാസം മകളുടെ കുട്ടിയുടെ കല്യാണമാണ്, അതിൻ്റെ പിറ്റേ മാസം വരെ പുതിയ വീട് വെച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒന്നും വരാൻ സൗകര്യമില്ല എന്ന് പറയും. നമ്മളാരും തയ്യാറല്ല. ഹരിശരണം. അപ്പം ഇങ്ങനെ ഒരു ഉയർച്ച മാറ്റം നമുക്ക് വേണം കേട്ടോ. കണ്ടറിഞ്ഞ് ചെയ്യാൻ പഠിക്കുക. അപ്പം അദ്ദേഹം വന്ന് മാറ്റി തന്നില്ലേ, ഇതുപോലെ ഒരു മാറ്റം നമുക്കും. അംബരീഷിൻ്റെ ആ കഥ വ്രതശുദ്ധി, ഹരിഭക്തി, ഇതാണ് അംബരീഷിൻ്റെ ക്വാളിറ്റി. എന്തൊക്കെയാണ്? ഹരിഭക്തി, വ്രതശുദ്ധി, ഇത് രണ്ടുമാണ് അംബരീഷിനെ മുന്നോട്ട് നയിച്ചത്. ഭയം ലെവലേശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അംബരീഷ് ചരിതം അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കണം. ഇനി നമുക്ക് സമയം കഷ്ടിയാണ്, 1 മണിക്കൂറേ ഉള്ളൂല്ലോ. 78-ാം ദശകത്തിലേക്ക് നിങ്ങളെടുത്ത് നോക്കൂ.
78-ാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകം നോക്കുക. അത് മറ്റേ ബലരാമസ്വാമിയുടെ വിവാഹവും അതുപോലെ രുക്മിണിയുടെ കഥയൊക്കെ പറയുന്നുണ്ട് അവിടെ വെച്ചിട്ട്. പക്ഷെ അതിൽ പറയണു, പ്രമുദിതേന ചതേന സമം തഥാ രഥഗതോ ലഘു കുണ്ടിനമേയുവാൻ ഗുരുമതുൽപുരനായക മേ ഭവാൻ വിതനുതാം തനുതാം നിഖില ആപതാം. നല്ല രസമായൊരു ഭാഗമാണത്. എന്താ അത്? എല്ലാ ആപത്തുക്കളും ഒഴിവാക്കണം. ഏതാപത്താ? ഏറ്റവും വലിയ ആപത്താണ് നല്ല ദാമ്പത്യം ഇല്ലാതെ വന്നാൽ. ഏറ്റവും വലിയ രസമായ സംഗതി. പട്ടയപ്പാട് ഒരു ഒറ്റ ദിക്കിൽ ഇത് പറഞ്ഞിട്ടില്ല, രോഗം മാറ്റാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, അപ്പം വിവാഹം വിവാദമായി തീർന്നാൽ അത് പ്രശ്നമാണല്ലേ. ഇവൻ രുക്മിണിക്ക് പോലും ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് പറയണില്ല. കാർഹിക അധ്യായം ഭാഗത്തിൽ വരുന്നുണ്ടത്. അപ്പം എന്താ വേണ്ടത്? ദാമ്പത്യത്തിൽ തമ്മിൽ മത്സരിക്കരുത്. ആര് തമ്മിൽ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മത്സരിക്കുകയോ അല്ലെങ്കിൽ തമ്മിൽ ബഹുമാനിക്കാതിരിക്കുകയോ ചെയ്യരുത്. തുല്യമായിട്ട് റെസ്പോൺസിബിലിറ്റി അവരവർക്ക് പറ്റുന്ന പോലെ ഏറ്റെടുത്തുകൊണ്ട് സ്നേഹവും വാത്സല്യവും ഒത്തൊരുമയും വേണം ഇവിടെ. അതല്ലെങ്കിൽ പട്ടയപ്പാടിന് കുഞ്ഞുലക്ഷ്മി സംബന്ധം ചെയ്തപ്പോൾ വല്ലയിടത്തും പ്രസിഡന്റ് ആയിട്ടുണ്ടാവാം. എനിക്ക് അറിഞ്ഞുകൂടാ. കുഞ്ഞുലക്ഷ്മിയാണല്ലോ സംബന്ധം ചെയ്തത്, അച്യുതപിഷായുടെ മരുമകളെ. എന്തെങ്കിലും പ്രസിഡന്റ് ആയിട്ടുണ്ടാവാം ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, വിവാഹത്തിൽ ആപത്ത് വരാതിരിക്കാൻ നോക്കണം. ദാമ്പത്യം സുന്ദരമായിരിക്കണം. ഇന്നിപ്പോൾ പല പെൺകുട്ടികളും പല ആൺകുട്ടികളും വിവാഹം വേണ്ടാന്ന് പറയാനുള്ള ഒരു കാരണം കുടുംബത്ത് അവരച്ഛനും അമ്മയും തമ്മിൽ തല്ലുകൂടണം കണ്ടിട്ടാ. എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും കണ്ട് തല്ലുകൂടണം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ കല്യാണം കഴിക്കേണ്ടതെന്ന്. ഈ തല്ലുകൂടാനൊരു സ്ഥലം വേറെ വേണ്ടേ? രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്, കോപാലയം പ്രവേശിച്ചു എന്ന്. ആര്? കൈകേയി. നിങ്ങൾ രാമായണം വായിക്കാറില്ലേ? കർക്കിടക മാസത്തിൽ വായിക്കാറുണ്ട്. പിന്നെ കഴിഞ്ഞാൽ മടച്ചു വയ്ക്കൂല്ലേ, പിന്നെ തൊടാറേയില്ലേ സാധനം. ആ കോപാലയം പ്രവേശിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് വഴക്കിടാൻ ഒരു പ്രത്യേക മുറി വേണം ശരിക്കും വീട്ടിൽ. അവിടെ പോയി വഴക്കിട്ട് പുറത്ത് വരുമ്പോൾ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നാൽ മതി. ഇത് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയാം. ഇപ്പം മൊബൈലിൽ കൂടെ ചെയ്ത പറയണത്. അപ്പം അതുകൊണ്ട് തന്നെ മാനസിക സംഘർഷങ്ങളായാലും അഭിപ്രായ വ്യത്യാസങ്ങളായാലും ഒതുങ്ങി നിന്നുകൊണ്ട് അത് തീർക്കാൻ സാധിക്കണം നമുക്ക്. അല്ലാണ്ട് ലോകത്തിനെ അറിയിച്ചുകൊണ്ടും കുട്ടികളെ അറിയിച്ചുകൊണ്ടും ഒരിക്കലും കുടുംബത്തിൽ വഴക്കുണ്ടാക്കരുത്. അതാണ് ഈ നിഖിലാപതാം എന്ന് പട്ടയപ്പാട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ സങ്കല്പിച്ചത്, ദാമ്പത്യത്തിൻ്റെ വിജയം ഒത്തൊരുമയാണ്. തമ്മിൽ സ്നേഹിക്കാൻ നോക്കണം. പിന്നെ വയസ്സാകും തോറും രണ്ടുപേർക്കും വയ്യാണ്ടാവും, ഒരാൾക്ക് മാത്രമൊന്നുമല്ല. പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കരുത് മക്കൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് വിചാരിക്കേണ്ട. അതും പറഞ്ഞുതരാം ഞാൻ. ഇപ്പം നമ്മളൊക്കെ ഈ വാനപ്രസ്ഥാശ്രമം പോലെ ആശ്രമത്തിൽ താമസിക്കുന്നതിന് ഒരു കാരണം ഇതാണ്. ഞങ്ങൾ രണ്ടാളും ഉള്ളൂ അവിടെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയാം, എനിക്ക് വയ്യ എനിക്കും വയ്യ, എനിക്കും സുഖമില്ല എനിക്കും സുഖം. അപ്പോൾ അങ്ങനെ പറഞ്ഞു നടക്കാമല്ലോ. അപ്പോൾ രണ്ടുപേരും കൂടി പൂജയായി. അതായത് വാനപ്രസ്ഥാശ്രമത്തിൻ്റെ സങ്കല്പം നമുക്ക് ഉണ്ടാവണം. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ പതുക്കെ നമ്മൾ വിഡ്രോ ചെയ്യണം അവിടുന്ന്. അതാണ് ഈ എന്താ പറയുക, ഷഷ്ടിപൂർത്തി എന്ന് പറയുന്നത്. അഷ്ടിപൂർത്തിയാണത്. ഷഷ്ടിപൂർത്തിയല്ല, അഷ്ടിപൂർത്തി എന്ന് പറയാറുണ്ട്. അതുവരെ ജീവിച്ച ആസ്വാദനങ്ങളൊക്കെ വിടുക, എന്നിട്ട് കുറച്ചും കൂടി ആത്മീയതയിലേക്ക് തിരിയുക. അവർ 84 വയസ്സാകുമ്പോൾ 1000 വട്ടെങ്കിലും നമ്മൾ മനസ്സിൽ ചിന്തിക്കും. അതാണ് 1000 ചന്ദ്രന്മാരെ കണ്ടു എന്നൊക്കെ പറയുക. അപ്പോഴാണ് ശതാഭിഷേകം നടക്കുന്നത്. അഭിഷേകം അപ്പോഴേ ഉള്ളൂ. അഭിഷേകം മനുഷ്യന്മാർക്ക് പതിവില്ല. കുളിക്കലേ പതിവുള്ളൂ. നിങ്ങളാൾക്കാരും പറയാറുണ്ടോ അച്ഛൻ ബാത്റൂമിൽ ഉപയോഗിക്കുക അഭിഷേകത്തിനെന്ന്? അപ്പോൾ ആ അഭിഷേകത്തിന് യോഗ്യമാവണമെങ്കിൽ നമ്മുടെ മനസ്സിനെ പക്വതയിലേക്ക് എത്തിക്കണം. അപ്പോൾ 60 വയസ്സ് തൊട്ട് ഒരു 24 വർഷത്തെ ട്രെയിനിങ് വേണം ആ ഒരു അവസ്ഥ കൈവരിക്കാൻ. അതിനുള്ള അവസരം ഗുരുവായൂരപ്പൻ തരികയും ചെയ്യും. അപ്പോൾ അതൊക്കെ ചിന്തിക്കുക. പിന്നെയുള്ളത് ഈ 87-ാം ദശകത്തിൽ നമ്മളുടെ കുചേലവൃത്തം പറയുന്നുണ്ട്. 87-ാം ദശകത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് വന്ന വഴി മറക്കരുത്. അതായത് മേൽപോട്ടും നോക്കണം കീഴ്പോട്ടും നോക്കണം. നമ്മൾ എവിടുന്നാ പുറപ്പെട്ടേ എന്നുള്ള ഓർമ്മയുണ്ടാവണം നമുക്ക്. പക്ഷെ പൊന്തി വരുമ്പോൾ അതൊക്കെ അങ്ങോട്ട് മറക്കും നമ്മൾ. എത്രയോ ആൾക്കാരുടെ എത്രയോ സന്മനസ്സുകളുടെ സഹായം കൊണ്ടും സ്നേഹവാത്സല്യം കൊണ്ടും അവരെ കൊണ്ട് നമ്മൾ വളർന്നു വന്നത് അല്ലേ. എഴുന്നേറ്റ് നിൽക്കാതെ വെറും മലന്നു വീണ ആൾക്കാരെ നമ്മളൊക്കെ അല്ലേ. എത്രയോ ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എത്രയോ ദാരിദ്ര്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എത്രയോ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ പലപ്പോഴും
ഇത്ര ആൾക്കാരെ ഓർക്കാറുണ്ട്. ഞാൻ സാധാരണ നിലയ്ക്ക് വരുന്നത് മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ആ മറവി തെറ്റാണത്. നമ്മുടെ പൂർവ്വകാലം മറക്കരുത്. പൂർവ്വകാലം മറക്കുക എന്ന് വെച്ചാൽ അതിൽ പശ്ചാത്തപിക്കാൻ വേണ്ടിയിട്ടല്ല, യു ഷുഡ് ലേൺ ലെസൺസ്. അപ്പം അതുകൊണ്ട് തന്നെ 12 വയസ്സുകാലത്ത് പരിചയപ്പെട്ട ആളാണ് കുചേലനെ, സുധാമാവിനെ. സുധാമാവ് എന്നാണ് നോർത്ത് ഇന്ത്യയിൽ അറിയുക. ഇവിടെയാണ് കുചേലൻ എന്ന് പറയുന്നത്. പട്ടേരിപ്പാട് ശ്ലോകം എഴുതുമ്പോൾ സുധാമനാമ എന്ന് എഴുതാൻ പുറപ്പെട്ടപ്പോൾ ഗുരുവായൂരപ്പൻ പറഞ്ഞു, എൻ്റെ പട്ടേരി, ഈ മലയാളികൾക്ക് കുചേലൻ എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് കുചേലനാമ എന്ന് എഴുതിയാൽ മതിയെന്ന്. ശരിക്കും പറഞ്ഞാൽ ആ പേരല്ല, സുധാമാവ് എന്നാണ് അവിടെ പറയുക. ചേലയോട്, ശരീരത്തിനോട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളെന്നും കൂടി അർത്ഥമുണ്ട് അതിന്. പക്ഷേ 12 വയസ്സ് കഴിഞ്ഞ് പിന്നെ കണ്ടുമുട്ടുന്നത് ഒരു 80 വയസ്സ് കഴിഞ്ഞിട്ടാണ്. ആരെ കാണുന്നത്? ഭഗവാനെ കാണുന്നത്. ആലോചിച്ച് നോക്കൂ, ഇത്രയും വർഷത്തെ ഗ്യാപ്പ് കാണുമ്പോഴും ഭഗവാൻ കുചേലനെ കാണുമ്പോൾ വല്ല ആപരിചിതത്വം തോന്നിയോ? അതേ സ്നേഹം, അതേ വാത്സല്യം. ഇതാണ് ബന്ധത്തിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ കാലം മറക്കരുത്, കഴിഞ്ഞ ബന്ധങ്ങളെ മറക്കരുത്. കഴിഞ്ഞ കാലം നമുക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടാവണം. അതിൽ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് ഗുരുവായൂരപ്പനെ തന്നെയാണ്. നിങ്ങളെ ആര് സ്നേഹിച്ചില്ലെങ്കിലും, ആര് നിങ്ങൾക്ക് കൂടെ നിന്നില്ലെങ്കിലും, ആര് കൂടെ ഉണ്ടാവും? ഞാനൊക്കെ അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 87-ാം ദശകം അങ്ങനെ പോയി. 88-ാം ദശകത്തിൽ സന്താനഗോപാലാണ് വരുന്നത്. 88-ാം ദശകം വളരെ പ്രധാനമാണ്. എന്താ കാരണം എന്നറിയാമോ? അർജുനന് വളരെ നന്നായിട്ട് മഹാഭാരത യുദ്ധ മധ്യത്തിൽ വെച്ചുകൊണ്ട് ഭഗവത്ഗീത 18 അധ്യായവും ഉപദേശിച്ചു. ആര്? ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ടപരന്തവ എന്ന് പറഞ്ഞു കൊടുത്തു. നീ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് 18-ാം അധ്യായം നാരായണീയം ഗീത മുഴുവൻ ക്രോഡീകരിച്ചുകൊണ്ട് വിസ്തരിച്ചു. പക്ഷെ എന്തു പറ്റി? യുദ്ധം കഴിഞ്ഞ് സാമ്രാജ്യം കൈക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ അർജുനൻ ഇതൊക്കെ മറന്നു, ശ്രീകൃഷ്ണനെ മറന്നു എന്നാ പറയുന്നത്. ഈ പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ എന്ന് പറഞ്ഞ പോലെ ഈ അർജുനൻ. അപ്പം അതുകൊണ്ട് ആ അർജുനായിരിക്കുന്ന നരനോടുള്ളതായ വാത്സല്യം കൊണ്ട് അദ്ദേഹത്തിനെ പുനർജീവിപ്പിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുനരുദ്ധാരണം ചെയ്യിക്കുക എന്നുള്ളതായ ഒരു കാരണം കൊണ്ടാത്രേ സന്താനഗോപാലം അദ്ദേഹം കളിയാടിയത്. അവിടെ വെച്ചിട്ട് എത്ര വാത്സല്യം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. വൈകുണ്ഠം വരെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തില്ലേ? അപ്പം നമ്മളൊക്കെ നന്നായി കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷം ഗുരുവായൂരപ്പന് തന്നെയാണ്. നമ്മളൊക്കെ ആരുടെ കുട്ടികളാ? ഞാൻ പറയാറുണ്ട്, നമ്മുടെ മൂർത്ത കാർന്നവർ നാരായണനാണ്. മൂത്ത കാർന്നവർ നിങ്ങൾ പിന്നാക്കം ചിന്തിച്ച് നോക്കിക്കോളൂ. അച്ഛൻ, മുത്തച്ഛൻ, മുതുമുത്ത, അങ്ങനെ പോയി 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 എവിടെ പോയി അവസാനിക്കും ഇത്? നാരായണം പത്മഭുവം എന്നല്ലേ വരിക. അപ്പം നമ്മുടെ മൂത്ത കാർന്നവരാരാ? നാരായണൻ. അപ്പം നമ്മുടെ ആരുടെ കുട്ടികളാ ശരിക്ക്? ഇപ്പം നായരും നമ്പൂരി നായാടിയൊന്നും ഇല്ല ഇവിടെ. ഇതൊക്കെ ആരോ ഉണ്ടാക്കി പടച്ചു വിട്ട സാധനങ്ങളാ. ഒക്കെ ഏകമയം പരബ്രഹ്മാണിത്. ഇതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നായരാക്കി, നമ്പൂരിയാക്കി, നായാടിയാക്കി, അതാക്കി, ഇതാക്കി. ഇതൊന്നും ഈശ്വരൻ ഉണ്ടാക്കിയതല്ല. ചാതുർവർണ്ണ്യം മയാസിഷ്ടം അധികം പറഞ്ഞു വെച്ചാൽ അത് വർണ്ണങ്ങളാണ്. ഈ ജാതി മുഴുവൻ ഉണ്ടാക്കിയത് നമ്മളാണ്. ഇതൊന്നുമില്ല. കാരണം ഭക്തന് ജാതി ബാധകമല്ല വാസ്തവത്തിൽ. ഒറ്റ സന്യാസിമാരോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്താ ജാതി എന്ന്? ഏതെങ്കിലും സന്യാസിയോട് ആരും ചോദിക്കാറില്ല നിങ്ങൾ ഏത് ജാതിപ്പെട്ടതാണെന്ന്. കാരണം സന്യാസിക്ക് ജാതിയില്ല. സന്യാസി ഈശ്വരൻ്റെ അടുത്ത് നിൽക്കുന്ന മഹാത്മാവാണ്. അതിന് ജാതിയൊന്നുമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ അർജുനനെ വീണ്ടും അപ്പം ഏറ്റവും കൂടുതൽ വാത്സല്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇരിക്കുന്ന എല്ലാ സജ്ജനോടും പറയുകയാണ്, നിങ്ങൾക്ക് മനുഷ്യരെ വിശ്വസിക്കരുത്, ഈശ്വരനെ മാത്രം വിശ്വസിക്കുക. ഈ കാട്ടുതീപ്പെട്ടിട്ടതായ ഗോപന്മാരോട് പറഞ്ഞു, നിങ്ങൾ കണ്ണടച്ചോളൂ, നിങ്ങളെ ഞാൻ സുരക്ഷിതമാക്കി എത്തിക്കോളാം എന്ന് പറയുന്ന ശ്ലോകമുണ്ട് നാരായണീയത്തിൽ. അതായത് കണ്ണടച്ച് വിശ്വസിക്കാവുന്നത് ശ്രീ ഗുരുവായൂരപ്പനെ മാത്രമാണ്, ഈശ്വരനെ മാത്രമാണ്. വേറെ ആരെയും വിശ്വസിക്കരുത്. എല്ലാവരിലും ഉണ്ട് ഒരു സ്വാർത്ഥ ചിന്ത, ഇല്ലേ? അതുകൊണ്ട് എല്ലാവരോടും അടുക്കുമ്പോഴും കീപ്പ് എ ഡിസ്റ്റൻസ്, ഒരു ഗ്യാപ്പ് ഇട്ടോളൂ. അവിടെ നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വരില്ല. മക്കളായാലും മരുമക്കളായാലും സ്നേഹിതനായാലും ഏത് ബന്ധമായാലും കീപ്പ് എ ഡിസ്റ്റൻസ്. വളരെ നല്ലതാണ്. അത് ശീലിക്കണം നമ്മൾ. അപ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ വിട്ടുപോകും, നമ്മളെ പറ്റി കുറ്റം പറയും. അപ്പോൾ ഒന്നും വിഷമിക്കാനില്ല, ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാ. അപ്പം അതുകൊണ്ട് 88 91-ാം ദശകത്തിലേക്ക് വരുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ശ്രീകൃഷ്ണന് ഗുരുവായൂരപ്പനെ നേരിട്ട് വിളിക്കുകയാണ് 91-ൽ. ആരെ? പടയപ്പാട് 91-ാം ദശകത്തിൽ 1-ാം ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയാണ്? ശ്രീകൃഷ്ണ ആദ്യമായിട്ട് ഭഗവാനെ വിളിക്കുകയാണ്. ത്വത്പദോപാസനം അഭയതമം എന്ന് പറഞ്ഞോട് വെച്ചിട്ട്
ഭയത്തിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് വേറെ മാർഗമൊന്നുമില്ല. ആരെ ഭജിക്കുക? അത് നിങ്ങൾ ഇവിടെ പോയി കുറേ കരഞ്ഞിട്ട് കാര്യമില്ല. ഈ കരച്ചിൽ കണ്ടതുകൊണ്ട് ഭക്തി ഉണ്ടെന്ന് വിചാരിക്കുകയും വേണ്ട. കാര്യം പട്ടതിപ്പടെ പറഞ്ഞിട്ടുണ്ട്, ശീതബാഷ്പ വിശറീർ ആനന്ദമൂർച്ഛോദ്ഭവ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. തണുത്ത കണ്ണീരാണ് ആനന്ദത്തിൻ്റെ കണ്ണീര്. ആ കണ്ണീരിന് ഉപ്പിൻ്റെ സ്വാദ് ഉണ്ടാവില്ല, നക്കി നോക്കണ്ട, പറഞ്ഞെന്ന് മാത്രം. ആനന്ദബാഷ്പം എന്നാണ് പറയുക. അത് യോഗീശ്വരന്മാരൊക്കെ തപസ് ചെയ്യുമ്പോൾ അവരുടെ ജടയിലത്രേ പക്ഷികൾ കൂടുകൂട്ടുക, എന്നിട്ട് അവരെ കണ്ണീരത്രേ അവർ കുടിക്കുക. അപ്പം ശീതബാഷ്പ വിശറി. അപ്പം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഈശ്വരൻ്റെ ഭക്തിയോ കാരുണ്യം ഓർത്തിട്ട് കരയണതല്ല, തൻ്റെ കഷ്ടപ്പാടോർത്ത് കരയേണ്ടതാ, അല്ലേ? അപ്പം അതുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്നുള്ളിടത്തോടൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് അതിനെയൊന്നും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. കരയേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കരയാൻ പറ്റിയത് ഭഗവാന്റെ മുമ്പിൽ തന്നെയാണ്. പൂജാമുറി പോയിരുന്ന് കരഞ്ഞോളൂ, പുറത്ത് കരയരുത്. നിങ്ങൾ കരയുന്നത് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. 80% ഓഫ് ആൾക്കാരുണ്ടല്ലോ, 80% ആൾക്കാരും നിങ്ങളോട് സഹാനുഭൂതിയുള്ളവരല്ല. നിങ്ങൾ കരഞ്ഞു കാണണമെന്ന് വിചാരിക്കുന്നവരാണ് അധികം ഉള്ളത്. അതും ഇല്ലാത്തൊരൊറ്റ അത് ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സിമ്പതി കാണിക്കുന്നവരെയൊന്നും കണ്ടുകൊണ്ട് നിങ്ങൾ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണ്ട. അതൊക്കെ താൽക്കാലികമായി പറയുന്നത് സമാധാനിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പറയുകയും ചെയ്യും, അനുഭവിക്കട്ടെ അവന്. ഇതൊക്കെ ഇത്രയും പ്രായ നിലയ്ക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ കുറിച്ച്. അപ്പം ഞാൻ പുസ്തകത്തിൽ നിന്ന് പഠിച്ചതല്ല, അനുഭവത്തിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. പുസ്തകത്തിൻ്റെ അറിവല്ല, മസ്തകത്തിൻ്റെ അറിവാണ് പ്രധാനം. പുസ്തകമല്ല പ്രധാനം. പുസ്തകജ്ഞാനം കൊണ്ട് ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. മസ്തകജ്ഞാനം ഉണ്ടാവണം, മസ്തകത്തിലേക്ക് ഇത് കടന്നു പോകണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു 91ആയി. 93-ലാണ് ഏറ്റവും രസമായിട്ടുള്ളതായ ഗുരുക്കന്മാരെ വർണ്ണിക്കുന്നത്. 24 ഗുരുക്കന്മാരെ പറ്റി പറയും, പഞ്ചഭൂതങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ എപ്പോഴും നോക്കണം, ഒബ്സർവേഷൻ വളരെ ശക്തമാവണം. നമുക്കില്ലാത്തത് എന്താ? ഈ കുതിരയ്ക്ക് മറ്റേത് ഇത് വെച്ച് കെട്ടിയ പോലെ പോവാം നമ്മളൊക്കെ, അല്ലേ? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓഷോ പറഞ്ഞ പോലെ കിഴക്കേ ചക്രവാളം നോക്കൂ, എന്തൊരു ഭംഗിയാണ്. എവറി ഡേ ഡിഫറെൻറ്റ് ഡിസൈനാണ് വരുന്നത് കിഴക്കേ ചക്രവാളത്തിൽ. എത്ര ആൾക്കാർ കാലത്ത് എഴുതിയിട്ട് സൂര്യനെ കാണാറുണ്ട്? ഒന്നപ്പോഴത്തെ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത കൊണ്ട് കാണാനൊന്നും പറ്റില്ല. ആകെ കൂടി കാണുന്നത് ഭർത്താവിന് ഭാര്യയുടെ മുഖവും ഭാര്യയുടെ ഭാര്യ രണ്ടും കൂടി മുഖറുപ്പിച്ചിരിക്കുന്ന സമ്പ്രദായമാണ്. ഇത് രണ്ടും കൂടി കണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കഥ എന്താവും? അതുകൊണ്ടാണ് കണി കാണാനായിട്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഈ ബെഡ്റൂമിൽ ഗുരുവായൂരപ്പനെ വയ്ക്കാമോ? അവിടെ വയ്ക്കാൻ ശരിയല്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഈ ഗുരുവായൂരപ്പനെ എവിടെ വച്ചാൽ എന്താ കുഴപ്പം? അദ്ദേഹം കാണാണ്ട് നിങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, എവിടെ വേണമെങ്കിലും വച്ചോളൂ, കാരണം എവിടെ ഉണ്ട് അദ്ദേഹം. അൺകണ്ടീഷണൽ ലവ് ഈസ് കോൾഡ് ഡിവോഷൻ എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അൺകണ്ടീഷണൽ ലവ് ഈസ് കോൾഡ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കണ്ണാടി നോക്കിയിട്ട് പറയണം, കണ്ണാടിയിൽ കാണുന്നതായ രണ്ട് കാര്യം, അന്ന് ഐ ലവ് യു കൃഷ്ണ എന്ന് ആദ്യം പറഞ്ഞ് പഠിക്കാൻ പറയും. എന്താ പറയുക? ഐ ലവ് യു കൃഷ്ണ. കണ്ണാടി നോക്കി ചിരിക്കുക. ഇപ്പം ഇരിക്കുന്ന ഇത്ര ആൾക്കാർ തന്നെ ചിരിക്കാൻ മടി കാണിക്കുന്നവരധികവും. ആത്മീയതയുടെ അമൃതാനന്ദമയി പറഞ്ഞ പോലെ ചിരിയാണ് ആത്മീയത. എത്ര ആൾക്കാർ ചിരിക്കാറുണ്ട്? ഇപ്പോൾ നാരായണീയം വായിക്കുന്നവരെ പല ഞാൻ നോക്കാം. ഇന്നലത്തെ ഡാൻസ് പ്രോഗ്രാം നടന്നപ്പോൾ ഏറ്റവും രസമായി എനിക്ക് തോന്നിയത്, രണ്ടുപേരും വളരെ ചിരിച്ചുകൊണ്ടായിരുന്നു. ഇന്നത്തെ രണ്ടുപേരെയും പെർഫോമൻസിലെ ഏറ്റവും പ്രത്യേകത വളരെ പ്ലസൻ്റ് ആയിരുന്നു അവർ. പല ആൾക്കാരും ഡാൻസ് ചെയ്യുന്ന കണ്ടാൽ പേടിയാവും. കയ്യും കാലമൊക്കെ എനിക്ക് മുഖത്തൊരു പ്രസന്നതയും കാണില്ല. അപ്പം നമ്മുടെ മുഖത്ത് എന്തുണ്ടാവണം? ഞാൻ പറയും, ശ്രീകൃഷ്ണാവതാരത്തിൽ ഭഗവാൻ വൃന്ദാവനത്തിൽ എല്ലാത്തെയും നിയന്ത്രിച്ചിരുന്നത് 3 കാരണം കൊണ്ടാണ്. 1 നോട്ടം, 2 പുഞ്ചിരി, 3 വേണുഗാനം. ഈ 3 കൊണ്ടാണ് ഈ വൃന്ദാവനത്തിൽ സർവത്തിന് നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ ഈ 3 കാര്യവും നമുക്ക് ബാധകമാണ്. നല്ലൊരു ചിരി കൊടുക്കാൻ സാധിക്കുക. ആരെങ്കിലും കണ്ടാൽ തിരിച്ച് ചിരിക്കുമെന്ന് അറിയില്ല, എന്നാൽ നമുക്ക് ചിരിക്കാം. അതുപോലെ നോട്ടത്തിലുണ്ട് പ്രത്യേകത, അല്ലേ? നമ്മൾ പറയാറില്ലേ, അയാളുടെ നോട്ടത്തറ ശരിയല്ല. അപ്പോൾ നോട്ടവും പ്രധാനമാണ്. അതുപോലെയാണ് ശബ്ദം, മോഡുലേഷൻ, സൗണ്ട് മോഡുലേഷൻ നമുക്കറിയാമല്ലേ. നമ്മുടെ ശബ്ദത്തിൽ വരുന്ന സോഫ്റ്റ്നെസ് വളരെ പ്രധാനമാണ്. അതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞത്. നാരായണീയം കുറേ ശ്ലോകം പഠിച്ചുകൊണ്ടൊന്നും, ശ്ലോകം പഠിച്ചാൽ ശോകം പോകണം. എന്ത് പോകണം? ശ്ലോകം പഠിച്ചാൽ ഇതിപ്പോൾ ശ്ലോകവും പഠിക്കും, പിന്നെ കരഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും. അപ്പം എനിക്ക് പറയാനുള്ളത്, ഉപാസകൻ എന്ന് പറഞ്ഞാൽ
ഭഗവാന്റെ അടുത്തിരിക്കുന്ന ആൾക്കാരെയാണ് ഉപാസകൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും അടുപ്പം സൃഷ്ടിക്കൂ. ആരായിട്ട്? ഭഗവാനായിട്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരേട്ടനായിട്ടോ അനിയനായിട്ടോ മകനായിട്ടോ ഗുരുവായിട്ടോ, ത്വമേവ മാതാച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ, ത്വമേവ സർവം. ശത്രുവായിട്ടാലും കുഴപ്പമൊന്നുമില്ല. കംസന് മോക്ഷം കിട്ടിയത് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് കേനാഭി ഉപായേന മനകൃഷ്ണയെ നിവേശിയെന്ന് ഭഗവത പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ ആരോട് അടുപ്പുണ്ടാവണം? നമുക്ക് നല്ല അടുപ്പുണ്ടാവണം. അതിനെന്ത് വേണം? ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൃഷ്ണാർപ്പണമസ്തു. കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറഞ്ഞ പോലെ കായേന, ഇപ്പോൾ ഭാഗവത് ധർമ്മത്തിലെ അവരൊറ്റ കാര്യം പഠിച്ചാൽ മതി, എവറിതിങ് ഈസ് ഓൾ റൈറ്റ്. എന്താ അത്? കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഞാൻ പറയും, വീട്ടിലെ പണി മാറ്റി വെച്ചുകൊണ്ട്, വീട് വൃത്തിയാക്കാണ്ട വെച്ചുകൊണ്ട്, തുണി കഴുകാതിരുന്നുകൊണ്ട്, ഭക്ഷണം പാകം ചെയ്യാതിരുന്നുകൊണ്ട് നാരായണീയം വായിക്കരുത്. വീട് വൃത്തിയാക്കി വെക്കുക, ഭക്ഷണം പാകം ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, കുട്ടികളോട് സമയം ചെലവാക്കുക, ഇടയ്ക്ക് സിനിമ കാണുക, ഇടയ്ക്ക് TV കാണുക, ഇതൊക്കെ കണ്ടോളൂ. ഇതൊക്കെ കാണുമ്പോഴും ഈ സൗകര്യം ഉണ്ടാക്കി തന്ന ആളെ മറക്കരുത്. ആരാത്? ഭഗവാൻ. ഇത്രയേ ഉള്ളൂ. അപ്പം ഇതൊക്കെ ഓർത്ത് സദാ ഭഗവാനെ ഓർത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ പഠിക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാൻ കരുണ ഉണ്ടാവും. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഹരിശരണം എന്ന് പറയൂ എല്ലാവരും ഓർക്കെ. ഹരി ഓം ഹരിശരണം. ഗുരുവായൂരപ്പാ ശരണം.